പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും സാമ്പത്തികമായി ഒരു ലാഭവും ഉണ്ടാക്കാൻ കഴിയാത്ത സ്വന്തം വീട് പോലും ഒരു ജപ്തിയിലേക്ക് നീങ്ങുന്നു. അതിന് അക്കാര്യം വളരെ വൈകാരികമായാണ് ശ്രീ എം കെ മുനീർ, നേരത്തെ കോഴിക്കോട് സൗത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായിരുന്ന അദ്ദേഹം പറഞ്ഞത്. അക്കാര്യത്തിൽ വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലീഗിൽ നിന്നും യൂത്ത് ലീഗിൽ നിന്നും ഒക്കെ ലഭിക്കുന്നത്. നമുക്കൊപ്പം സൗത്തിലെ തന്നെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു ഉണ്ട്. നിങ്ങളൊക്കെ വളരെ വൈകാരികമായാണ് അതിനെ കാണുന്നത്. ഒരു ജനപ്രതിനിധി എത്രമാത്രം നിസ്വാർത്ഥനായി തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയല്ല അദ്ദേഹം. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധി നിങ്ങൾ നേരിടാൻ പോകുന്നത്? ഡോക്ടർ എം കെ മുനീർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ, മന്ത്രി പദവി വരെ അലങ്കരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് എത്രമേൽ ജീവിത വിശുദ്ധി പുലർത്തുന്നു എന്നതിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയവും അധികാരവുമൊക്കെ പോക്കറ്റ് വീർപ്പിക്കാനും സ്വന്തം സാമ്രാജ്യങ്ങൾ വികസിപ്പിക്കാനുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ധാരാളമുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ എം കെ മുനീർ സാഹിബ് ഈ പദവികളൊക്കെ കൈകാര്യം ചെയ്ത് അവസാനം ബാക്കിയാകുന്നത് താൻ താമസിക്കുന്ന വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്ന നോട്ടീസാണ് എന്നത് അതിനകത്തൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം തൻ്റെ പിതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിച്ച CH മുഹമ്മദ് കോയ സാഹിബും ഈ ലോകത്തിന് വിട പറയുമ്പോൾ കടക്കാരനായിട്ടാണ് മരിച്ചുപോയത് എന്നത് ചരിത്രമാണ്. തൻ്റെ പിതാവിൻ്റെ പാതയിൽ തൻ്റെ മകനുമുണ്ട് എന്നത് ഇതിനകത്തുള്ള ഒരു ശുഭവാർത്തയാണ്. പിന്നെ ജപ്തിയും മുനീർ സാഹിബിൻ്റെ ക്രസൻറ്റ് ഹൗസ് എന്നൊക്കെ പറയുന്നത് മുനീർക്കയുടെ വീടല്ല, ഞങ്ങളുടെയൊക്കെ വീടാണ്. കേരളത്തിൻ്റെ പൊതു വീടാണത്. ആ വീട് ജപ്തി ചെയ്തു പോകുന്നു എന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും സ്കോപ്പില്ലാത്തതാണ്. ലക്ഷോപലക്ഷം വരുന്ന മുനീർക്കയുടെ സ്നേഹജനങ്ങൾ അത് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഒരാളുടെ ഒരു വീഴ്ചയെന്നുപരി അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണല്ലേ. ഒരു തരത്തിലും പണം, സർക്കാർ പണമോ അല്ലെങ്കിൽ സ്വന്തമായി ലഭിക്കുന്ന പണമോ ഒന്നും ദുരുപയോഗം ചെയ്യുന്നില്ല. സ്വന്തം ബാധ്യത പോലും തീർക്കാൻ കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും മഹത്തായ കാര്യം. സുതാര്യമായ ജീവിതമല്ലേ മുനീർ സാഹിബിൻ്റെ ജീവിതം. മുനീർ സാഹിബ് കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അദ്ദേഹം ചിന്തകനാണ്, എഴുത്തുകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, നല്ല ഗായകനാണ്, സഹൃദയനാണ്, അങ്ങനെ ഒരു പ്രസാധകനാണ്, ഗ്രന്ഥകാരനാണ്, അങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് ഡോക്ടർ എം കെ മുനീർ എന്ന് പറയുന്നത്. ചാനലിൻ്റെ ഉടമ കൂടിയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ മലയാളിയുടെ അഭിമാനമാണ് ഡോക്ടർ എം കെ മുനീർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സുതാര്യതയെ ഈ വിഷയം വിളംബരം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ജപ്തി നോട്ടീസ് വന്ന് അതിപ്പോൾ പാർട്ടിയിലെ സംവിധാനം കൈകാര്യം ചെയ്തില്ല എന്നതാണെങ്കിൽ ചോദ്യമെങ്കിൽ, മുനീർ സാഹിബ് ഒരു അഭിമാനിയാണ്. തൻ്റെ പ്രശ്നങ്ങൾ ആരുടെ മുന്നിലും പറയില്ല, ആരുടെ മുന്നിലും കൈനീട്ടില്ല. അതുകൊണ്ട് ഉള്ളിൽ സങ്കടത്തിൻ്റെ കടലിരമ്പുമ്പോഴും ചിരിച്ച് ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച ഒരു നേതാവാണ്. 24/7 ആണ് മുനീർ സാഹിബിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ 24 മണിക്കൂറും ഇടപഴകിയ ഒരാൾക്ക് മറ്റൊരു ബിസിനസ്സോ മറ്റൊരു കച്ചവടമോ മറ്റൊരു തൻ്റെ ഡോക്ടർ പ്രൊഫഷൻ പോലും, MBBS ബിരുദധാരിയാണ് ഡോക്ടർ എം കെ മുനീർ, ആ ഡോക്ടർ പ്രൊഫഷനിൽ പോലും അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ എം കെ മുനീറിന് രാഷ്ട്രീയം ഒരു ഒഴിവ് സമയ വിനോദമല്ല. അങ്ങനെ ഉണ്ടല്ലോ ചിലരൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് ലിഫ്റ്റിൽ പോണവരുണ്ട്, 2 സ്റ്റെയർ കേസും ഇങ്ങനെ സ്റ്റെപ്പിൽ കയറി പോണവരുണ്ട്. ഇപ്പം മുനീർ സാഹിബ് ഇങ്ങനെ കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തെ ഗൗരവമായി സമീപിച്ച് ജനസേവനം ഒരു തപസ്യയാക്കിയതിൻ്റെ പേരിലാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മുനീർക്കയെ ഈ സമൂഹം, ഈ പാർട്ടി, മുന്നണി ഒക്കെ സംരക്ഷിക്കും. നടപടികളുണ്ടാവും അല്ലേ? ഇതിലെന്ത് ചർച്ച അനീഷേ? ഡോക്ടർ എം കെ ക്രസന്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതൊരു വൈകാരികമായ ഭവനമാണത്. ഞങ്ങൾക്കൊരു ആ വാർത്ത പുറത്തു വന്നു, അല്ലെങ്കിൽ അതാണ് നമ്മുടെ സങ്കടം. പക്ഷേ അത് എങ്ങനെ പുറത്തു വരാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മുനീർക്ക പറയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന ബോധം കൊണ്ട് മാനേജ് ചെയ്യാം. അങ്ങനല്ലേ നമ്മളിപ്പോൾ പൊതുപ്രവർത്തകർക്ക് നമുക്കറിയാം അല്ലേ, നമ്മൾ കടവും ബാധ്യതയൊക്കെ, നമ്മൾ തെരഞ്ഞെടുപ്പിന് മറ്റു കോടി നടക്കുമ്പോൾ നമുക്കൊരുപാട് ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആരെ മുന്നിലും, കാരണം നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ട്രബിൾ ഷൂട്ടറാണ് ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ട്രബിൾ ഷൂട്ടർ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പരിഹാരം മറന്നുപോകും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നടപടികളുടൻ ആരംഭിക്കും. തീർച്ചയായിട്ടും ആരംഭിക്കുന്നല്ല, ആരംഭിച്ചു. അതിൽ ചർച്ചയില്ല. എന്തായാലും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് ആളുകൾ ഒപ്പമുണ്ട്. പാർട്ടി കൃത്യമായും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയായി കോഴിക്കോട് സൗത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന ഫൈസൽ പറയുന്നത്.